ഇനിയിപ്പോ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ സർ? യാ മീര, അനു ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി. ഷീ ഈസ് വെരി ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ അവളുടെ ജോലി ചെയ്യും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ എന്റെ പിയോട് പറയാം സർ. ആര്യ സർ? യെസ് മിസ്റ്റർ വേദാന്ത്. നീ പോലും അറിയാതെ എന്റെ സന്തോഷമെല്ലാം എത്ര ഈസി ആയിട്ട് നീ തട്ടിയെടുത്തനു. എന്റെ 10 വർഷമായിട്ടുള്ള സ്നേഹം, ശ്രമം എല്ലാം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓൾ റൈറ്റ് മീര മാഡം, സീ യു. മീര, ഓക്കെ സർ, ദാറ്റ്സ് ഫൈൻ. അനു ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതല്ല, സീ യു എന്നാ പറഞ്ഞേ. ഓ, സീ യു. എല്ലാവരും നമുക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, എല്ലാം നമുക്ക് വേണ്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ കരുതിയാൽ അവസാനം നിരാശപ്പെടേണ്ടി വരും മീരാജി. അകത്തേക്ക് വരൂ. എനി ടൈം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. താങ്ക് യു ജയൻ. എടുത്തോണ്ടാ പോയെ. എവിടേക്കാ മാഞ്ഞു പോയെന്നും അറിയില്ല. അനു, ചീഫ് ഓഫ് രാജനന്ദിനി, എവിടെയാ മോളെ നീ? ഇനി കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ നീ നല്ലത് കേൾക്കേണ്ടി വന്നേനെ. അല്ല, ഒന്നും പറയാതെ ജോലിയും ചെയ്തോണ്ടിരുന്ന എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഒരാൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താ ക്ഷീണിച്ചു പോവും. എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ഞാൻ നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കായിരുന്നോ? എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അമ്മു, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? നിനക്ക് സങ്കടോ ദേഷ്യമോ അങ്ങനെ ഒന്നും വരില്ലേ? ഞാനത് റോബോട്ടാണോ? എനിക്കും ചിരിയും കരച്ചിലും ദേഷ്യവും സങ്കടവും എല്ലാം വരും. ലക്കി പീപ്പിൾ. നിന്റെ കൂടെയുള്ളവരെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിച്ചോണ്ടേയിരിക്കും അല്ലേ? ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാടോ. എന്താണെന്ന് ചോദിക്ക്. ഞാൻ തന്നെ എന്റെ വലിയൊരു ഫാനാ. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്റെ ഏട്ടത്തിമ്മയാക്കിയനെ. അതിനിപ്പോ എന്താ? ഞാൻ ആരുടെ കഴുത്തിൽ താലി കെട്ടുന്നോ? യോ, സോറി. എന്റെ കഴുത്തിൽ ആര് താലി കെട്ടുന്നോ അവരായിരിക്കും നിന്റെ ചേട്ടൻ. മതിയോ? എന്റെ ഏട്ടൻ എവിടെയാണോ എന്തോ. അവൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. എവിടെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടോ? ധിക്കാരിയോ? എന്ത്? ഇവിടെ ഉണ്ടെന്നോ? ആരാത്? വെറുതെ പറഞ്ഞതാ. എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുത്താൽ എങ്ങനെയാ? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എന്നെ കാണാഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് ഇവിടെ എവിടെയെങ്കിലും ഓടി നടക്കുന്നുണ്ടായിരിക്കുന്ന ഞാൻ പറഞ്ഞേ. അത്രേ ഉള്ളൂ. നീ ആണെങ്കിൽ ഒന്നും സംസാരിക്കാറേയില്ല. നിന്റെ കണ്ണിൽ നോക്കി നിന്റെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരാള് നിന്റെ ഭർത്താവായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പണിയൊക്കെ നിർത്തി വെച്ചിട്ട് പോവാണല്ലോ ഇവള്.
അല്ല അമ്മയോ? നല്ലത് വരട്ടെ മക്കളെ. അമ്മേ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ നന്നായിരിക്കുന്നു. നീയോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു അമ്മേ. ഞാൻ എപ്പോഴും അമ്മയെ കുറിച്ച് ഇങ്ങനെ ഓർക്കാറുണ്ട്. ഞാനും അതേ മോളെ. ഓ മൈ ഗുഡ്നസ്. സോ നീയാണല്ലേ അനു? അനു വാട്ട്? അനുധാര എന്നാ? ഞാൻ അനു എന്ന് പറഞ്ഞപ്പോ വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ചു. നീയാണെങ്കി ഇത്രക്ക് സിമ്പിൾ ആയിരുന്നോ? എനിവേസ് നൈസ് ടു മീറ്റ് യു അനു. ഐ ആം മാനസി ഹർഷവർദ്ധൻ. അറിയാം മാഡം, ഹർഷൻ സാറിന്റെ ചേംബറിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല ആര്യ സാറ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട്. വാട്ട്? ഡ്രോയിങ്ങിലോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നോ? ഓ മൈ ഗുഡ്നസ്, ഐ ആം സോ ക്യൂരിയസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ പറ്റി തന്നെയാണ് മാഡം. നിങ്ങൾ രണ്ടുപേരും ആദർശ ദമ്പതികളാണെന്നും അതിന്റെ മുഖ്യ കാരണം സാറിന്റെ ഏട്ടത്തിമയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. യു ഹേർഡ് ഹർഷ? I completely agree on that. എനിവേസ് അനു, നൈസ് ടു മീറ്റ് യു. ഹാപ്പി ഗണേശ ചതുർത്ഥി. താങ്ക് യു മാം. നിങ്ങൾക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ. അനു വെറുതെ വിഷ് ചെയ്താൽ മാത്രം പോരാ, ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിരിക്കണം. എന്താ അത്? അത് അനുവിന് മനസ്സിലായി. ശരിയാ ഹർഷ സർ. മുറുക്ക്, അപ്പം, ലഡു ഇതൊക്കെ നമ്മൾ ദൈവത്തിന് എത്ര ഇഷ്ടത്തോടെ സമർപ്പിക്കുന്നോ അത്രയും ഇഷ്ടത്തോടെ നിങ്ങൾക്കും അതെല്ലാം എത്തിച്ചേരും. കൊള്ളാവല്ലോ. ഹർഷൻ ചോദിച്ചത് അത് തന്നെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മേടിക്കുക. അയ്യോ എന്റെ അനുമോളെ, നിന്നെയും കാത്തിരുന്ന ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന തോന്നുന്നു. അമ്മേ, ഇതെന്റെ ഫ്രണ്ട് അമൂല്യ. നമസ്കാരം. നമസ്കാരം മോളെ. ഇവിടെ നമ്മുടെ ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത്? ഇല്ല ഇല്ല ആന്റി, ഞാൻ വേദാന്ത് വെഞ്ചേഴ്സിന്റെ പ്രോഡക്റ്റാ. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഇവളെ എന്റെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ? ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി നടക്കട്ടെ. ബാനു, പെൺകുട്ടികളെല്ലാം ചേർന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത് കാണാൻ എന്ത് രസമാണല്ലേ? ഈ വെന്യൂവിൽ ഏതൊക്കെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് നോക്കി ലിസ്റ്റ് ഇടുന്നത് എന്റെ ഡ്യൂട്ടിയാ. യു ഡോണ്ട് വെറി മോം ഇൻ ലോ, ദി ജോബ് വിൽ ബി ഡൺ. ഡ്രോയിങ്ങിലോ നമുക്ക് ആദർശ ദമ്പതികൾ എന്ന് പറഞ്ഞ് വിലയിടാനാവാത്ത ഗിഫ്റ്റ് അല്ലേ തന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ആദർശ ദമ്പതികൾ അവരായിരിക്കണം. എന്തു പറയുന്നു ഹർഷ? 100%. എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ എത്ര സന്തോഷമല്ലേ സർ? അതുമാത്രമല്ല, ഉത്സവം കൂടി ആയപ്പോ ഇരട്ടി സന്തോഷം. തീർച്ചയായിട്ടും സർ. എക്സ്ക്യൂസ് മീ. ഹായ്. എല്ലാവരുടെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ? യെസ് സർ. ഹാൻഡ് സാനിറ്റൈസർ എല്ലാവർക്കും കിട്ടിയിരിക്കണം. ആ സർ, എല്ലാം ചെക്ക് ചെയ്തു. ഞങ്ങളെയും ചെക്ക് ചെയ്തോളൂ. സർ, അതിനെന്താ, നോക്കിക്കോളൂ. ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിക്കണമെന്ന്. ചെക്ക് ചെയ്തോളൂ. ഓക്കെ സർ. താങ്ക് യു. Okay. സാനിറ്റൈസർ. പോകാം സർ. അമ്മേ, ഇതാണ് വേദാന്ത് മേനോൻ. നന്നായിരിക്കട്ടെ മോനെ. ഇതെന്റെ ഏട്ടത്തി മാനസി. നമസ്കാരം. ഇതെന്റെ സഹോദരൻ ഹർഷവർദ്ധൻ. ഹലോ. വേദാന്ത്, കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്ര തന്നെ പ്രതിഭാസമ്പന്നനുമാണല്ലോ. നിന്നെ പരിചയപ്പെടാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് അമ്മേ. അമ്മയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബിസിനസ് ടൈപ്പിന് മേലെ നമ്മുടെ ഫാമിലീസ് രണ്ടും ഒന്നാകുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക്. മുതിർന്നവരെ ബഹുമാനിക്കാനും നന്നായിട്ട് അറിയാം, ബിസിനസ് കോമ്പറ്റീഷനും നന്നായിട്ട് അറിയാം. എന്റെ ആര്യ ചെറുപ്പമായിട്ടിരുന്നപ്പോ എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്നു മോനെ. വരൂ അമ്മേ, ഞാൻ എന്റെ അമ്മയെ പരിചയപ്പെടുത്താം. സുഹാസിനിയല്ലേ? ഞാൻ പിന്നീട് പരിചയപ്പെട്ടോളാം. എനിക്ക് നിങ്ങളുടെ അമ്മയെ നേരത്തെ പരിചയമുണ്ട് വേദാന്ത്. അമ്മയെ മുൻപേ അറിയാവോ? അതെങ്ങനെയാ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ്. ഞാൻ തന്നെ പോയി പരിചയപ്പെട്ടോളാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട.
നിങ്ങളുടെ ജോലികളൊക്കെ നോക്കിക്കോളൂ. ശരി അമ്മേ, എന്നാ പിന്നെ കാണാം. See you. See you, sir. വരൂ അമ്മേ. ഇന്ന് കാണാൻ വളരെ സ്മാർട്ടായിട്ടുണ്ടല്ലോ ആര്യ. താങ്ക് യു അമ്മേ, താങ്ക് യു. Yeah, bro-in-law. Even I want to say, you are looking handsome. താങ്ക് യു ഏട്ടത്തി. വരൂ. കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം. ഏയ് സിദ്ധാർത്ഥ്, നിനക്കിപ്പോ എന്താ പറ്റി? അല്ല, പെട്ടെന്ന് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ വരുന്നു. നിങ്ങളൊരു കാര്യം മറന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പതേ അച്ഛനും ആവാൻ പോകുന്നു. നിങ്ങൾ പെണ്ണുങ്ങളുണ്ടല്ലോ, എപ്പോഴും സംശയരോഗം കൊണ്ടാ നടക്കുന്നത്. ആ പാട്ടും അതിന്റെ ലിറിക്സും എല്ലാം ഞാൻ കേട്ടു. പൊന്നു മോളെ, അതെന്റെ ഫീലിംഗ് അല്ല. ഞാൻ എന്നെ പറ്റിയോ അല്ല പാടിയത്. ആക്ച്വലി അമ്മു വേദാന്തിനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഗണപതിയെ പൂജിക്കുമ്പോ എന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്നായിരുന്നു. അത് അടിസ്ഥാനമാക്കി ഈ പാട്ട് പാടിയെന്നേ ഉള്ളൂ. ധ്രുവ, നിന്റെ തനിഷ്ടം കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് ഒരു എക്സ്ക്യൂസും ഇല്ല. വാ എന്റെ കൂടെ വന്നേ. വേണ്ട വിക്കി, എന്തിനാ വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? ഇന്ന് പൂജയുടെ ദിവസമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. ഒന്ന് ചുമ്മാ വാടോ. ഹേ, വാടിറക്ക. ധ്രുവ, വരൂ വരൂ. ഹലോ, ഞാനാ കൊണ്ടുവന്നേ. എനിക്കൊന്നുമില്ലേ? എത്ര വർഷമായിന്നറിയോ ഇവന് ഉത്സവത്തിന് കൂടിയിട്ട്? എനിക്ക് എത്ര സന്തോഷമായിന്നറിയോ. ശരിയാ, ഇന്നെല്ലാരും ഉണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ആദ്യ, ഞാൻ ഇപ്പോഴും അജ്ഞാതവാസത്തിൽ തന്നെയാണ്. കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യമായി വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നത്. വന്നു കഴിഞ്ഞാൽ തീർന്നതാ. ഇനി ആഘോഷമൊക്കെ കഴിയാണ്ട് പോണെന്ന് പറഞ്ഞാ. നിങ്ങളും അമൂല്യയുടെ വീട്ടുകാരെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ അല്ലെങ്കിലേ ചേട്ടന്റെ കണ്ണും വെട്ടിച്ച് ഒളിച്ചു നടക്കുക. ആരെങ്കിലും ഞാൻ ഒളിച്ചു നടക്കുന്നത് കണ്ട അത് മാത്രം മതി പിന്നെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാനായിട്ട്. അങ്ങനൊന്നും സംഭവിക്കില്ല ധ്രുവ. ഒന്നും സംഭവിക്കില്ലെന്നോ? ചേട്ടൻ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. അവൻ എവിടെങ്കിലും വെച്ച് എന്നെ കണ്ടാലോ? ഇതൊരു ഇമ്പോർട്ടന്റ് ദിവസമോ, നല്ലൊരു ഒക്കേഷനാണ്. ഞാൻ കാരണം അത് നശിക്കാൻ പാടില്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട. ഇന്നിവിടെ ആര്യവർദ്ധൻ സർ വരെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചേട്ടൻ നിന്നെ കണ്ടാലും അവരൊക്കെ ഇവിടെ ഉള്ള കാരണം കൊണ്ട് നിന്നോട് മോശമായി പെരുമാറില്ല. ടെൻഷൻ ആവണ്ട, സമാധാനായിട്ടിരിക്കുക. ഞാൻ അവരോട് സംസാരിച്ചോളാം. ഓക്കെ അല്ലേ? നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോട് സംസാരിച്ച് അറിഞ്ഞാൽ തന്നെ അവൻ വെറുതെ ഇരിക്കില്ല. അവൻ വലിയ ഇഷ്യൂ ആക്കും അത്. എനിക്ക് വിഷമമായാലോ എന്ന് കരുതി നിങ്ങൾ പറയാത്തതായിരിക്കും. അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ? എന്റെ ചേട്ടൻ എങ്ങനെയാ, നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയില്ല. വീണ്ടും ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാ അത്? മുൻപ് കണ്ട പോലെ ഉണ്ടല്ലോ. ചേട്ടാ, അതെ, അവര് ഇവിടെയുള്ള ആൾക്കാരാ. ഈ ഡെക്കറേഷൻ ഒക്കെ നന്നായിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു നോക്കിയതാ. ആ, അല്ല, നീ എന്ത് പറയുന്നു? കൊറേ ദിവസമായിട്ട് ആരോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ? അത് നീ എന്തിനാ അറിയണം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് പറയും. അത് നീ